ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കൈകൾ എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. കൈകൾ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള അമ്മമാർ വീട്ടിൽ നിറയെ ജോലി ചെയ്യുന്നവരാണ്. കൂടുതലും നമ്മുടെ കൈകൾ നമ്മളെക്കാട്ടിലും വളരെ വേഗം പ്രായം തോന്നിക്കും. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മളൊരു നാരങ്ങയുടെ പകുതി എടുക്കുക, എന്നിട്ട് അതൊരു ഉപ്പുമായിട്ട് ചേർത്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നന്നായിട്ടൊരു സ്ക്രബ് കൊടുക്കണം. നമ്മുടെ കൈകളിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. ഒരു തുള്ളി പോലും നാരങ്ങയുടെ അംശമോ ഉപ്പിൻ്റെ അംശമോ നമ്മുടെ കൈകളിൽ കാണാൻ പാടില്ല. അത്രയ്ക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തുടച്ച് വെള്ളമെല്ലാം ഉപ്പിയതിന് ശേഷം അപ്പം തന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും നമ്മൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുക. അത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമ്മുടെ കൈക്ക് വേണ്ടി മാറ്റി വെക്കുക. ആൽമണ്ട് ഓയിലില്ലേ, ഇതാണ്ട് ഇത് നമുക്കൊരു 50 രൂപയ്ക്ക് വരുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള മേടിച്ച് വെക്കുക. എന്നിട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിൽ നിന്ന് ഒരു 3 തുള്ളിയോളം നമ്മുടെ കൈകളിൽ ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് നമ്മുടെ പ്രഷർ പോയിൻറ്റ്സ് എല്ലാം 2 കൈയിലും നന്നായിട്ട് തേച്ചതിന് ശേഷം ഈ പ്രഷർ പോയിൻറ്റ്സിലെല്ലാം കണക്ട് ചെയ്ത് നന്നായിട്ട് മസാജ് കൊടുക്കുക. നമ്മുടെ കൈയുടെ വിരലിൻ്റെ തുമ്പ്, 2 കൈയുടെ ഉള്ളം കൈയിൽ ഒരുപാട് പ്രഷർ പോയിൻറ്റ്സുകളുണ്ട്. അവയെല്ലാം കണക്ട് ചെയ്ത് നന്നായിട്ട് മസാജുകൾ കൊടുക്കുക. നമ്മുടെ കൈയുടെ തുമ്പത്ത്, വിരലിൽ, ബാക്കിൽ എല്ലാം ഒരു 5 മിനിറ്റോളം മസാജ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേന് നമ്മുടെ കുറച്ച് ഓയിലല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അത് നമ്മൾ അബ്സോർവ് ചെയ്തോളായിരിക്കും. ഇത് വാഷ് ഔട്ട് ചെയ്യുകയേ വേണ്ട. എന്നിട്ട് കിടന്നുറങ്ങാം. ഇത്രയും വളരെ സിമ്പിളാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ സോപ്പിൻ്റെ ഉപയോഗങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ കൈ റഫായിട്ടുള്ളതൊക്കെ വളരെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് നാളെ ഞാൻ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ട്, സംശയം ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജായിട്ട് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കേടാ, ബൈ, താങ്ക് യു.